നമുക്കൊന്ന് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ലേഖന വായനയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ലേഖന വായന, പിന്നെ സുവിശേഷം ഈശോയുടെ പ്രബോധനങ്ങൾ, ഈശോ സംസാരിക്കുന്ന സമയമാണ് സുവിശേഷം. സുവിശേഷമാണ് ഈ ആമുഖ ശുശ്രൂഷയിലും പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാന സന്ദർഭം എന്ന് പറയുന്നത് സുവിശേഷ വായനയാണ്. സുവിശേഷ വായനയുടെ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ പ്രാധാന്യവും കാണിക്കാനായിട്ടാണ് സുവിശേഷ പ്രദക്ഷിണം നടത്തുന്നത്. ഏറ്റവും ആഘോഷപൂർവമായ സുവിശേഷ പ്രദക്ഷിണമാണല്ലോ. തിരികളും ധൂപവും ശ്ലീവായും എല്ലാം ആയിട്ട് സുവിശേഷ പ്രദക്ഷിണമുള്ളത്. വചന ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷമാണ്, സുവിശേഷ വായനയാണ്. ഏവങ്കേലിയോൻ ലേഖനത്തിന് എന്നാ പറയുന്നത്? എങ്കർത്ത. ലേഖനത്തിന് പഴയ നിയമത്തിന് കെറിയാന് എന്ന് പറയും വായനകൾ എന്നുള്ള അർത്ഥത്തിൽ. ലേഖന വായനയ്ക്ക് പറയുന്നത് എങ്കർത്ത, സുവിശേഷത്തിന് ഏവങ്കേലിയോൻ. നമ്മൾ ഏവങ്കേലിയോൻ കൻഫീസാദ് മാർണീശോ മിശിഹ കാറസൂസാദ് മത്തായി മർക്കോസ് ലൂക്ക യോഹൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പാണ് ഹല്ലേലൂയ ഗീതം വരുന്നത്. സുവിശേഷ വായനയ്ക്ക് ഒരുക്കമായിട്ടാണ് ഹല്ലേലൂയ സൂമാറ എന്ന് പറയുന്നത് വരുന്നത്. ഏതാ സുറിയാനിയുടെ ഒരു വിവർത്തനമാണത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അങ്ങനെ 2 പ്രാവശ്യം പാടുന്നു. പിന്നെ ശുഹാലാവ ഉലൗറാവൽ റുഹാദ കുദിശ ഹല്ലേലൂയ, ഇങ്ങനെ ആവർത്തിച്ച് പാടുന്നതിൻ്റെ വിവർത്തനമാണ് ഇതിനകത്ത്. സുറിയാനിയിലുള്ള അത് അതെ, അത് വിവർത്തനം ചെയ്തെടുത്തേക്കുന്നതാണ്. അതിനെല്ലാം അടിസ്ഥാനമുള്ളതാണ് സുറിയാനിയിൽ. ഇതോ അല്ല, ഈ കുർബാനയിലെ പാട്ടുകളൊക്കെ ചെയ്തേക്കുന്നത് ചില പാട്ടുകൾ ഒരു വാവാനിക്കുന്നേൽ എന്ന് പറഞ്ഞൊരച്ഛനാണ്. പിന്നെ ഒരു കോട്ടയം ജോയി എന്നും പറഞ്ഞ് ചിലർ ട്യൂണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല അച്ഛന്മാർ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ട്യൂണുകൾ ഇപ്പോൾ ഏതാണ്? ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതി, പക്ഷേ അതിന് പല തൂയയിലാണ് പൊതുവായിട്ട് ചെയ്തു തരുന്നത്. പിന്നെ എറണാകുളം ട്യൂണ്, ചങ്ങനാശ്ശേരി ട്യൂണ്, ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി ട്യൂണ്, ഇങ്ങനെയൊക്കെ ഓരോ രീതിയിൽ വ്യത്യാസമുണ്ട്. കുറേ ട്യൂണുകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അടുത്താണല്ലോ ഇറങ്ങി. അങ്ങനെ പല ട്യൂണുകൾ പല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായ രീതി എന്ന് പറയുന്നത് തൂയേ ട്യൂണാണ്. സുറിയാനി ഈണം തൂയേ എന്ന് പറയുന്നത്. എഴുതി നിറവിൽ റാസയിലല്ലേ അതൊക്കെ പാടണ്ടേ? സുവിശേഷത്തിന് മുമ്പ് ഹല്ലേലൂയ ഗീതം പാടിയിരിക്കണം എന്നാണ്. അതെ, സുവിശേഷ ഗീതത്തിന് മുമ്പ് ഹല്ലേലൂയ ഗീതം, എന്താണേലും സുവിശേഷ ഗീതത്തിന് മുമ്പ് ഹല്ലേലൂയ ഗീതം പാടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. വേർഡ് ഹല്ലേലൂയ ഗീതവും ദിവസത്തിൻ്റെ ഹല്ലേലൂയ ഗീതം പ്രോപ്രിയായാലും ഉണ്ട്, പിന്നെ കുർബാനയുടെ പൊതുക്രമത്തിലും കിടപ്പുണ്ട്. ഓരോ കാലം അനുസരിച്ച് മാറി വരുന്ന ഹല്ലേലൂയ ഗീതങ്ങളും കുർബാന പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ചോദിച്ച പോലെ ഈ നല്ലൊരാശയമെന്മനതാരിൽ, അല്ലെങ്കിൽ അതെല്ലാം ബിബ്ലിക്കലായിട്ടുള്ളതാണ്. നല്ലൊരാശയമെന്മനതാരിൽ
അത് സങ്കീർത്തനം 45:1, അല്ലെങ്കിൽ സഭയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദാവീദിൻ്റെ പുത്രൻ ഹോശാന 45:1. പിന്നെ ദാവീദിൻ്റെ പുത്രൻ ഹോശാന എന്ന് ശിഷ്യന്മാരും ബാലകരും ചേർന്ന് ഈശോയ്ക്ക് പാടിയ സ്തുതിഗീതത്തിൻ്റെ പ്രതീകമാണ് സുമ്മാറ എന്ന് ആരാധനക്രമ വ്യാഖ്യാതാക്കൾ പറയുന്നു. ജെറുസലേം പ്രവേശന വേളയിൽ പാടിയില്ലേ? ജെറുസലേം പ്രവേശന സമയത്ത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹോശാന പാടിയില്ലേ? ബാലകരും ആബാലവൃദ്ധജനം എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നും ഈശോ ജെറുസലേമിലേക്ക്, ബേമയിലേക്ക് ദൈവവചന പ്രഘോഷണത്തിനായിട്ട് പ്രവേശിക്കുകയാണല്ലോ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. വിശുദ്ധഗ്രന്ഥം ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്, അതായത് കാർമ്മികനല്ല സംസാരിക്കുന്നത്, ഈശോ തന്നെയാണ് പ്രഘോഷിക്കുന്നത്, സുവിശേഷം വായിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അപ്രകാരം മറച്ചു പിടിക്കുന്നത്, മുഖം മറച്ചു പിടിക്കുന്നത്. അതാ അതിൻ്റെ അർത്ഥം. അല്ലാതെ മുഖം മറച്ചു പിടിക്കുന്ന, അതെ, അല്ലാതെ മുഖം, അതെ, അതാണ് അതിൻ്റെ അർത്ഥം. ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഉയർത്തിപ്പിടിക്കുന്നതിൽ കാര്യമില്ല. ഇങ്ങനെ ജീസസ് ഈസ് കമ്മിങ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സുവിശേഷ പ്രദക്ഷിണം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാർമ്മികൻ മധുബായിൽ നിന്ന് ബേമയിൽ എത്തുന്നതുവരെ മണിയടിക്കാവുന്നതാണ്. മധുബഹായിൽ നിന്നും ബേമയിൽ എത്തുന്നത് വരെ മണിയടിക്കാമെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴല്ല, തിരിച്ച് സുവിശേഷമായിട്ട് വരുമ്പോൾ. അങ്ങോട്ട് പോകുന്നതിൽ കാലം തിരിച്ചു വരുന്നതിനാണല്ലോ പ്രാധാന്യമുള്ളത്. അതെ, ബേമയിൽ നിന്നും തിരിയെടുത്തോണ്ടാണ് പോകുന്നത്. അതെ, വരണം, ഇരു സൈഡിലും വന്ന് നിൽക്കണം. അതെ, വന്ന് നിൽക്കണം. അവിടെയാണല്ലോ ബലിപീഠത്തിലാണല്ലോ സുവിശേഷം ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് അങ്ങനെ ആവശ്യമായിട്ട് ലേഖനത്തിന് ഒരു തിരി പിടിക്കുന്നു, സുവിശേഷത്തിന് 2 തിരിയാണ് പിടിക്കുന്നത്. ലേഖനം ത്തിൻ്റെ പൂർത്തീകരണമാണ് സുവിശേഷം എന്നുള്ളത് കാണിക്കാനായിട്ടാണ് 2 തിരി പിടിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്, സുവിശേഷ വായനയുടെ സമയത്താണ് ഗബ്രിയേൽ മാലാഖയും മിക്കായേൽ മാലാഖയും ഈശോയെ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു അർത്ഥമാണ്. 2 മാലാഖമാർ വന്ന് ഈശോയെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടോ? ഇതിനകത്ത് കൊടുത്തേക്കണാണ്. ശരീരവും ആത്മാവും ഉണ്ടായിരുന്ന ഈശോയുടെ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് സ്ലീവായും സുവിശേഷവും കൊണ്ടുള്ള പ്രദക്ഷിണം. ഈശോയ്ക്ക് ശരീരവും ഉണ്ടായിരുന്നു, ആത്മാവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവായും സുവിശേഷവും കൊണ്ടുള്ള പ്രദക്ഷിണം സൂചിപ്പിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ശരീരത്തിൻ്റെ അടയാളമായി സ്ലീവായും ആത്മാവിൻ്റെ അടയാളമായി സുവിശേഷവും സംഭവിക്കപ്പെടുന്നു. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ ജെറുസലേമിൽ പ്രവേശിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്രകാരം ഈ സുവിശേഷ പ്രദക്ഷിണം നിലകൊള്ളുന്നത്. പിന്നെ കാർമ്മികൻ്റെ സമാധാനാശംസ, സമാധാനം നിങ്ങളോടുകൂടെ എന്നുള്ള സമാധാനാശംസ. അതായത് പീഡാനുഭവത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാർക്ക് സമാധാനം നൽകി എന്നുള്ളത്. പുതുനായി മിശിഹ സമാധാനാശംസ ശിഷ്യന്മാരെ അഭിവാദനം ചെയ്തു. ഇതെല്ലാമാണ് ഈ സമയത്തുള്ള സമാധാനാശംസ സൂചിപ്പിക്കുന്നത്.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ, സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന മറുപടി, അത് ദൈവത്തിന് നൽകുന്ന മനുഷ്യൻ്റെ പ്രത്യുത്തരം, നന്ദി, ബഹുമാനം ഇവയൊക്കെയാണ് സൂചിപ്പിക്കുക. അല്ല, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്നുള്ളതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായ വ്യാഖ്യാനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നർസായി തുടങ്ങിയ വ്യാഖ്യാതാക്കളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങയോട് കൂടെ അങ്ങയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ സ്വീകരണം വഴി ലഭിച്ച ആത്മാവാണ്. പൗരോഹിത്യം, അതെ അതെ, അപ്പോൾ പുരോഹിതൻ എന്നുള്ള രീതിയിൽ ലഭിച്ച ആ ആത്മാവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ അരൂപിയാണ് ഇത് പ്രധാനമായിട്ടും അങ്ങയുടെ ആത്മാവ് എന്ന്. പൗരോഹിത്യത്തിൻ്റെ ആത്മാവാണ് സൂചിപ്പിക്കുന്നത്. ഒരു തിരി സൂചിപ്പിക്കുന്നതാണെന്നോ? ഒരു തിരി സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അതായത് പഴയ നിയമം 2 തിരിയും കൂടെ വരുന്നതാണ് പൂർണ്ണത എന്നുള്ളത്. പഴയ ലേഖനത്തിൻ്റെ പൂർണ്ണതയാണ് സുവിശേഷം എന്നുള്ളതാണ് 2 തിരി പിടിക്കുന്നതിൻ്റെ അർത്ഥം. ഈശോയ്ക്ക് വഴിയൊരുക്കുന്നതാണ് വാസ്തവത്തിൽ ലേഖനവും. എവങ്കേലിയൻ കന്തീശാദ് മാർന്ന് ഈശോ മിശിഹ കാറോസുസാദ് മത്തായി, അതായത് ലൂക്കായുടെ എഴുതിയാന്നല്ലാതെ പ്രഘോഷിച്ചാന്നാണ് അതിൻ്റെ സുറിയാനി കിടക്കുന്നത്. ആര് വായിക്കുന്നത്? നമ്മുടെ ടെസ്റ്റിൽ പ്രഘോഷണമാണ്. ലൂക്ക പ്രഘോഷിച്ച, അതെ അതെ, അതാണ് കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത്. കാറോസുസാദ് മത്തായി എന്നാൽ കാറോസുസാദ് ലൂക്ക എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ. പിന്നെ സുവിശേഷ വായനയുടെ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് സുവിശേഷ പ്രഘോഷണ സമയത്ത് മാംസം ധരിച്ച വചനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ലീവ വഹിക്കുന്ന ശുശ്രൂഷി കാർമ്മികൻ്റെ വലതുവശത്ത് നിൽക്കുന്നു. തിരികൾ വഹിക്കുന്ന വചനത്തിൻ്റെ ഇരുവശങ്ങളിലുമായും ധൂപവാഹകൻ കാർമ്മികൻ്റെ മുമ്പിലുമായിട്ടും നിലകൊള്ളുന്നു. നിങ്ങൾ ലോകത്തിന് പ്രകാശമാകുന്നുവെന്നും മനുഷ്യർ നിങ്ങളുടെ പ്രവൃത്തികളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതൊക്കെയാണ് തിരിപിടിക്കുന്നതിൻ്റെ അർത്ഥം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പിടിച്ചിരിക്കുന്ന വിളക്കിൻ്റെ അർത്ഥമേ നിങ്ങൾ ലോകത്തിന് പ്രകാശമാകുന്നുവെന്ന് പറഞ്ഞ മിശിഹായുടെ പ്രബോധനം. ധൂപാർപ്പണം സൂചിപ്പിക്കുന്ന ഈ സമയത്ത് ധൂപാർപ്പിക്കുന്ന മിശിഹായുടെ വചനങ്ങളുടെ മാധുര്യം, അതാണ് അർത്ഥമാക്കുന്നു ആ സമയത്ത് ധൂപം അർപ്പിക്കുന്നതിൻ്റെ സൂചന. മിശിഹായുടെ വചനങ്ങളുടെ മാധുര്യമാണ്. ഈ സമയത്തുള്ള ആശീർവാദം ദൈവജനം കുരിശടയാളത്താൽ മുദ്രിതരാകുന്നു. ഈ സമയം സുവിശേഷ വായനയ്ക്ക് മുമ്പ് നമ്മളതിൻ്റെ അധ്യായോ വാക്യങ്ങളോ ഒന്നും പറയേണ്ടതായിട്ടില്ല. ആശീർവാദം സൂചിപ്പിക്കുന്ന ദൈവജനം കുരിശടയാളത്താൽ മുദ്രിതരാകുന്നു. ആ സമയത്ത് ഇന്ന അധ്യായം, അപ്പം അത് അധ്യായവും വാക്യവും ഒന്നും അറിയാനുള്ള സമയമല്ല. ലേഖനത്തിൻ്റെ സമയത്താണേലും സുവിശേഷ വായനയുടെ സമയത്താണേലും അധ്യായമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം സൂചിപ്പിക്കുന്നതല്ലല്ലോ. ദ ടീച്ചിങ് ഓഫ് ജീസസ്, അത് കേൾക്കുന്നവർ ആ സമയത്തല്ല അത് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളേതെങ്കിലും ഒരു ചെറിയ ഭാഗം വായിക്കുന്നു എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഭാഗമാണ് വായിക്കുന്നതെങ്കിലും സുവിശേഷം മൊത്തം ശ്രവിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിനെ പ്രത്യേകം നമ്മൾ ഇന്ന ഭാഗം ലിമിറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് പറയരുത്, അങ്ങനെ പറയരുത് എന്നുള്ളതാണ് സഭാ നിഷ്കർഷം. അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ട്. ഇല്ല,
പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വരികയോ ഇപ്പം എന്തെല്ലാം സാധ്യതകളുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ അത് ആ കുർബാന പുസ്തകത്തിൽ കൊടുക്കുമായിരുന്നു. പണ്ട് ശീലിച്ചതിൻ്റെ ഇതൊക്കെയാണ്. ലാറ്റിൻകാർ പറയുന്ന എനിക്ക് തോന്നുന്നു. ലാറ്റിനിലില്ല അല്ലേ? നമ്മുടെ ഏതായാലും ഇല്ല, പറയാറില്ല അല്ലേ? അധ്യായമൊന്നും പറയാറില്ലല്ലോ. ആ ഏതാ വചന സന്ദേശമാണ് ദൈവവചനം? അത് പ്രസംഗമല്ലേ? പ്രസംഗമല്ലേ? ദൈവവചനം അതിനൊരു വ്യാഖ്യാനം നൽകുന്നു. അതിപ്പോൾ ഇതിനകത്ത് കൊടുത്ത പേജ് എത്രയാ? ഇതിപ്പോൾ നമ്മുടെ ഔദ്യോഗിക ടെസ്റ്റിൽ ഇങ്ങനെയുള്ള കമൻട്രികളൊന്നും കൊടുത്തിട്ടില്ല. ഈ രൂപതയിൽ നിന്ന് ഇറക്കിയതാണ്. ഇതിനകത്ത് പലതും വന്നിട്ടില്ല ഈ പുസ്തകത്തിൽ. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഏത് കൈവപ്പ്, പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും ഇതിനകത്ത് ചേർത്തില്ല. പലതും ഇതിനകത്ത് സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ പലതും നമുക്ക് മനസ്സിലാവില്ല ഈ പുസ്തകം പോലെ. കുർബാന ശരിക്കുള്ള കുർബാന പുസ്തകത്തിൽ ഒത്തിരി ഉണ്ട്. അല്ല, ഏകീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മുടെ ഇവിടെ മാത്രമേ അത് അങ്ങനെ മാറിയിട്ടുള്ളൂ, വേറെ ഒരിടത്തും അടിച്ചിട്ടില്ല. പിന്നെ വചന സന്ദേശം, പ്രസംഗം, കടവുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും എല്ലാം പ്രസംഗം പറയുക, സുവിശേഷത്തെ അധിഷ്ഠിതമായിട്ടായിരിക്കണം എന്നുള്ളതും. സുവിശേഷ വ്യാഖ്യാനം എന്നുള്ള രീതിയിലാണ് അത് നിലകൊള്ളേണ്ടത്. സുവിശേഷ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനം 4 ഇപ്പോൾ വായിച്ച എല്ലാ വിശുദ്ധഗ്രന്ഥ ഭാഗത്തെക്കുറിച്ചുമുള്ള സൂചനകളും അർത്ഥവും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. അത് നമുക്കല്ല, വൈദികരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കാറോസൂസ എന്ന് പറഞ്ഞ അർത്ഥം പ്രഘോഷണം. അത് നമ്മുടെ ആവശ്യങ്ങളും അപേക്ഷകളും സ്തുതിയും കൃതജ്ഞതയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കാറസൂസ. അത് ശംശാനമാരാണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാറസൂസയിൽ നമ്മുടെ സഭയുടെ തലവൻ്റെയും അതിരൂപതാധീശൻ്റെയൊക്കെ പേര് ചെല്ലേണ്ടതും നിയമപരമായിട്ട് സാധ്യതയുള്ളതാണ്. അത് ചെല്ലണം എന്നാണ്. കാറസൂസയിൽ കൂട്ടിച്ചേർക്കുക പാടില്ല എന്നാണ്. പിന്നെ ഇപ്പോൾ രൂപത എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചേർക്കേണ്ടതായിട്ട്. അതെ, പൊതുവേ കൂട്ടിച്ചേർക്കാറില്ല കാറസൂസകളിലെ. പിന്നെ ഇപ്പോൾ പ്രത്യേക സന്ദർഭങ്ങളൊക്കെ വരുവാണെങ്കിൽ
ഏതാ? ആ ഒരു കാറസൂസ തന്നിട്ടുണ്ടല്ലോ ചെല്ലാനായിട്ട് സഭയിൽ നിന്ന്. അപ്പം അത് ചെല്ലുക. പ്രഘോഷണം. നമുക്കിവിടെ പൊതുക്രമത്തിൽ കാറസൂസകളുണ്ട്. പിന്നെ ഓരോ കാലം അനുസരിച്ചും കാറസൂസകൾ മാറി മാറി വരുന്നുണ്ട്. ഏതാ? അത് ഇതിനകത്തില്ല അല്ലേ? അത് ചെല്ലേണ്ടതാണ്. പിന്നെ അത് സാറിന് ദിവസങ്ങളിൽ ഉപേക്ഷിക്കാൻ ഇതിനകത്ത് കൊണ്ട്. ഏതാ? അതായിട്ടില്ല, വരുന്നുള്ളൂ. ഇപ്പോൾ കാറോസൂസ കുർബാനക്രമത്തിൽ നമ്മളിപ്പോൾ രണ്ട് സെറ്റ് കാറോസൂസകളാണ് പൊതുക്രമത്തിലുള്ളത്. കാലത്തിൽ ഉള്ളത് കാലത്തിൻ്റെ ചൈതന്യം സ്ഫുരിക്കുന്ന കാറോസൂസകളാണ് ഓരോ കാലത്തിലും കൊടുത്തിരിക്കുന്നത്. ഇല്ല. പിന്നെ കാറോസൂസയുടെ മറുപടികളെല്ലാം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്നാണ് പൊതുവായിട്ട് ചേർത്തിരിക്കുന്നത്. ചിലതിൽ മാത്രം നമ്മളിന്നലെ പറഞ്ഞതുപോലെ പള്ളിക്കുദാശക്കാലത്തിലും മരിച്ചവരുടെ അങ്ങനെയുള്ള പിറവിക്കാലത്ത് 2-3 സന്ദർഭങ്ങളിലാണ് അല്പം മറുപടികളിൽ വ്യത്യാസമുള്ളൂ. പൊതുവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നതാണ്. പിന്നെ കൈവപ്പ് പ്രാർത്ഥന, സ്യാമീത എന്നാണ് പറയുന്നത്. കൈവെപ്പ്, സ്യാം ഈദ, കൈവപ്പ് പ്രാർത്ഥന. ഏതാ? ആ സമയത്താണ്, കാറസൂസയുടെ സമയത്താണ് കാർമികൻ വന്ന് ബേസ്കസയിൽ വന്ന് അപ്പവും വീഞ്ഞും. അതിനൊരർത്ഥവുമില്ല. വീടെന്ന് ബേസ് കസ എന്ന് പറഞ്ഞ അർത്ഥം ഹൗസ് ഓഫ് ട്രഷർ എന്നാണ് അർത്ഥം. അത് സുറിയാനി വാക്കുകൾ തന്നെ നിലനിർത്തുവാണ് അതിനെല്ലാം നല്ലത്. ബേസ് ഗസ, നിക്ഷേപ ആലയം. അത് കുറേ കൂടി അർത്ഥമുണ്ട്. നിക്ഷേപത്തിൻ്റെ ഭവനം, അതായത് അമൂല്യമായ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും, അതാണ് ബേസ് ഗസ എന്നുള്ളത്. അപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അത് നിക്ഷേപാലയം എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥവും കിട്ടുന്നില്ല അല്ലേ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ? എന്നാ നിക്ഷേപിക്കുന്നതെന്ന് കേട്ടില്ല. അത് വരുന്നുള്ളൂ. അത് നമുക്ക് ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗം കഴിയണല്ലേ ഉള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ അത് ഇതാണ് സ്യാമീത, കൈവപ്പ്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, സ്യാമീത പ്രാർത്ഥന വരാൻ എന്തിനാ അവിടെ ഒരു കൈവപ്പ് കൊടുക്കണമെന്ന് നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ? ഏതാ? ഇപ്പം നമ്മൾ പറയുന്നത് വചന ശുശ്രൂഷയുടെ സമാപന ഭാഗമായിട്ടുള്ളൂ. കൈവപ്പ് ആ സമയത്ത് എന്തിനാ കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ചരിത്രപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ആദിമ നൂറ്റാണ്ടുകളിൽ ജ്ഞാനസ്നാനാർത്ഥികളെ പുറത്താക്കുന്ന രീതി ഉണ്ടായിരുന്നു. മാമോസ സ്വീകരിക്കാത്തവർ, പരസ്യഭാവികൾ, വിശുദ്ധ സ്വീകരിക്കാത്തവർ, ജീവൻ്റെ അടയാളം സ്വീകരിക്കാത്ത എന്നിവരുടെ എല്ലാം പുറത്തു പോകാൻ പറയും. അപ്പോൾ അതിനു മുമ്പ് അവർക്കൊരാശീർവാദം നൽകിയാണ് അവരെ പറഞ്ഞയച്ചിരുന്നത്. അവർ ഇത്രയും സമയം വചന ശുശ്രൂഷയുടെ സമയത്ത് അവർ ദേവാലയത്തിനകത്തായിരിക്കും. അതിനുശേഷം ഇത് കഴിയുമ്പോൾ വചന ശുശ്രൂഷ കഴിയുമ്പോൾ അവരെ പുറത്താക്കുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു ആശീർവാദമാണിത് വാസ്തവത്തിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പം അതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 3-4 നൂറ്റാണ്ടുകളിലൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 4-5 നൂറ്റാണ്ടുകൾ വരെ. പിന്നീട് വന്നപ്പോൾ അതിന് ഒരു ചരിത്രപരമായ ഒരു ഘടകമായിട്ട് നമ്മുടെ കുർബാനയിൽ നിലകൊള്ളുന്നു. മാത്രമല്ല പിന്നീട് വന്ന വ്യാഖ്യാതാക്കൾ അതിനെല്ലാം ഒരു സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷൻ, ആധ്യാത്മികമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകുകയുണ്ടായി. അതായത്
ദുഷ്ടരെയും ശിഷ്ടരെയും തമ്മിൽ വേർതിരിക്കുന്ന അന്ത്യവിധിയുടെ ഒരു മുൻ സൂചനയാണത് എന്നുള്ളത് എന്ന രീതിയിലാണ്. അതായത് ഇപ്രകാരം ഒരുക്കമില്ലാത്തവരുമെല്ലാം കർത്താവിൻ്റെ ഇടതുവശത്തും കർത്താവിൻ്റെ വലതുവശത്തും അന്ത്യവിധി നാളിൽ അന്ത്യവിധിയുടെ ഒരു ഓർമ്മയായിട്ടാണ് ഈ പ്രാർത്ഥന നിലകൊള്ളുന്നത്. പിന്നെ ഇത് നമ്മുടെ കുർബാനക്രമത്തിൽ അത് ഐച്ഛികമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു പ്രധാന മറ്റ് പ്രാർത്ഥന പോലെ ഒരു പ്രധാന പ്രാർത്ഥനയായിട്ട് നിർബന്ധമായിട്ട് ചെല്ലണം എന്നുള്ള രീതിയിലല്ല അത് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഒരു ബ്രാക്കറ്റ് ഇട്ടകണം ശ്രദ്ധിച്ച് കാണും അല്ലേ, കണ്ടോ? പക്ഷേ അത് ചെല്ലുന്നത് അർത്ഥവത്താണ്. ഇത് ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കണം. ഉപേക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ് ചിലത്. സാധാരണ കുർബാന ഉപേക്ഷിക്കാവുന്ന ഘടകങ്ങളാണ് ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു കർത്താവിൻ്റെ രണ്ടാം വരവും യുഗാന്ത്യോന്മുഖമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് ഈ കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്ക് ഉള്ളത് എന്നുള്ളത് എൻ്റെ അർത്ഥം. ഏതാ? അതിന് പകരം നമ്മൾ ആരെയും പുറത്താക്കുന്നില്ല. നമ്മൾ കുർബാനയിൽ തന്നെ ചെല്ലുന്നത് മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമ്മളത് പോസിറ്റീവായിട്ട് ഇപ്പം അത് ചേർത്തിരിക്കുന്നു. മറ്റേത് ആരോടും പുറത്തു പോകാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഈ ആശീർവാദം സ്വീകരിച്ച് കഴിയുമ്പോൾ ജ്ഞാനസ്നാനാർത്ഥികൾ ദേവാലയത്തിൻ്റെ മോണ്ടളത്തിൽ പോയി നിൽക്കാനായിരുന്നു. ദേവാലയം അടയ്ക്കുമായിരുന്നു. ദേവാലയത്തിൻ്റെ വാതിലുകൾ അടയ്ക്കും. അവർ മോണ്ടളത്തിൽ പോയി നിൽക്കുകൊള്ളായിരുന്നു. തങ്ങളുടെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുകയും പിന്നീട് അവർ ഒന്നുകിൽ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞതിന് ശേഷം ആണ് അവർ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നത്. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഭജന ശുശ്രൂഷ സമാപിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ആ ഒരുക്ക ശുശ്രൂഷ. മൂന്നാമത്തെ ഘടകമാണ് ഒരുക്ക ശുശ്രൂഷ. ഒരുക്ക ശുശ്രൂഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രധാനമായിട്ടും അപ്പവും വീഞ്ഞും ഒരുക്കുന്ന സമയമാണ് ഒരുക്ക ശുശ്രൂഷ എന്നുള്ളത്. ഈശോയുടെ ശരീരങ്ങളായി മാറുന്ന അനാഫ്രയ്ക്കായിട്ട് ഉള്ള ഒരുക്കങ്ങളെല്ലാം ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്ന സമയമാണ് ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നത്. ആരും മടുത്തില്ല അല്ലേ? ഇത് കേട്ട് ഞാൻ മടുത്തില്ല. നമ്മളിപ്പോൾ കൂടുതൽ നിങ്ങൾ സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷനൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത് അല്ലേ? കുർബാനയുടെ ഒരു ആത്മീയമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണല്ലോ കേട്ടിട്ടുള്ളത്. ഇത് കുറേ കൂടെ അതിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള അർത്ഥതലങ്ങളാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. നമ്മൾ കുർബാന സ്പിരിച്വലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ വേറെയുണ്ട്. അത് ഇപ്പോൾ നമുക്ക് ധ്യാനത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. ഇത് വേറെ ഒരു തലത്തിലുള്ള വ്യാഖ്യാനം. ഇതൊരു പഠന തലത്തിലുള്ള വ്യാഖ്യാനമാണ് എന്ന് മാത്രം. അല്പം വ്യത്യാസമുണ്ട്. എന്നാലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. ആ ഉവ്വ. അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴാണ് അത് ക്ലാസ് കുറേ കൂടെ സജീവമായിട്ട് വരുന്നതും. ഒരുക്ക ശുശ്രൂഷയിൽ അപ്പവും വീഞ്ഞും നമ്മൾ ആദ്യം ഈ കാറസ്തയുടെ സമയത്താണ് അപ്പവും വീഞ്ഞും 2 ബേസ്കസുകളിലായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരുക്കി വെച്ചേർന്ന് അല്പം തെറ്റുണ്ടായിരുന്നു. അപ്പവും വീഞ്ഞും എടുത്തു വെച്ചേർന്നതേ എൻ്റെ ബേസ്കസുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപ്പം ഒരുക്കുന്നത് എവിടെയാണ്, വീഞ്ഞൊരുക്കുന്നത് ഏത് ബേസ്കസ് ഏത് വശത്താണെന്നുള്ളത്. ഇപ്പോൾ അതായത് സുവിശേഷം ഇരിക്കുന്ന വശമുണ്ട്, സ്ലീവായിരിക്കുന്ന വശമുണ്ട് അല്ലേ? അപ്പോൾ സുവിശേഷം ഇരിക്കുന്ന വശത്ത് ഏതാണ്? സുവിശേഷം ഇരിക്കുന്ന എവിടെയാണ്? സുവിശേഷം എവിടെയാണ്? ഇവിടെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ അവിടെ ഏതാ വയ്ക്കേണ്ടത്? ഓസ്തി, പീലാസ്.
കാസ വയ്ക്കേണ്ടത് സ്ലീവായുടെ വശത്ത്. അത് ഓർത്താൽ മതി. ഇന്ന് തിരിച്ചറിഞ്ഞു വെച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇരിക്കുന്നിടത്താണ് കൈ കഴുകാനുള്ള. അപ്പം കൈ കഴുകാനുള്ള വെള്ളം വാസ്തവത്തിൽ ഒന്നുകിൽ അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തന്നെ വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വയ്ക്കുന്നത്. പിന്നെ ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഈ ഒരുക്ക ശുശ്രൂഷയിൽ തന്നെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മിശിഹാകർത്താവിൻ തിരുമൈ നിണവുമിതാ, അങ്ങനെ പറയാറില്ലേ? അല്ലെങ്കിൽ അപ്പവും വീഞ്ഞും ഒരുക്കുന്നത് മിശിഹായുടെ ശരീരം ഒരുക്കപ്പെടുന്നു, മിശിഹായുടെ രക്തം ഒരുക്കപ്പെടുന്നു. അതായത് മിശിഹാകർത്താവിൻ തിരുമൈ നിണവുമിതാ. അവിടെ മിശിഹായുടെ ശരീരക്തങ്ങളായി മാറിയിട്ടുണ്ടോ? അത് ഇല്ല. പക്ഷെ ആ സമയത്ത് തന്നെ വിളിക്കുകയാണ് മിശിഹായുടെ തിരുമൈ, അല്ലെങ്കിൽ മിശിഹായുടെ ശരീരവും രക്തവും എന്ന് വിളിക്കുകയാണ്. അത് ആ സമയത്ത് അപ്പവും മിശിഹായുടെ ശരീരരക്തങ്ങളായി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ. അതിപ്പോൾ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം മുൻകൂട്ടി പറയുന്നതായിട്ടാണ് എല്ലാ ലിറ്റർജികളിലും അങ്ങനെ കാണാനായിട്ട് സാധിക്കും. അത് കൂദാശയുടെ സമയത്താണ് അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറുന്നതെങ്കിലും അതിനു മുമ്പേ തന്നെ നമ്മളതിനെ അപ്പവും വീഞ്ഞും എന്ന പ്രത്യേകിച്ച് ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് വിളിക്കുന്നു. അതിന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷിൽ പറയുന്നത് പ്രോലെപ്റ്റിക് ഭാഷ എന്നാണ്, പ്രോലെപ്റ്റിക് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം അല്പം മുൻകൂട്ടി. അതെ, അതാണ് പ്രോലെപ്റ്റിക് ലാംഗ്വേജ്. ഏതാ? അതെ, കാൽവരിയിൽ അർപ്പിക്കപ്പെടുന്നത് അല്ലേ? അതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതെ, ഈശോയുടെ പീഡാനുഭവ യാത്രയാണ് കാൽവരിയിലേക്കുള്ള പ്രദക്ഷിണം എന്നാണ് അതിനെ വ്യാഖ്യാതാക്കളെല്ലാം സൂചിപ്പിക്കുന്നത്. രണ്ട് വശത്തുനിന്ന് വരുന്നു. ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും സൂചിപ്പിക്കുന്ന രീതിയിലാണത് അതിൻ്റെ അർത്ഥം നിലകൊള്ളുന്നത്. പിന്നെ റാസയിലാണെങ്കിൽ സാഷ്ടാംഗ പ്രണാമമുണ്ട് അല്ലേ? ശോശപ്പാമുത്തലൊക്കെ റാസയിൽ, സാധാരണ കുർബാനയിലില്ല, റാസയിലാണെങ്കിലുണ്ട്. 12 വശങ്ങളിലാണ് 12 പ്രാവശ്യമാണ് മുത്തുന്നത്, 4 വശങ്ങളിലായിട്ട്. 3 12 ഒരു വിരിപ്പ് കൈക്കിലയുടെ മധ്യത്തിൽ വിരിച്ചിട്ട്. ഏതാ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചേ? അതായത് 12 പ്രാവശ്യം മുത്തുന്നു, 4 വശങ്ങൾ എന്നുള്ളത് ഭൂമിയുടെ 4 അതിർത്തികളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. പിന്നെ 12 സ്ലീഹന്മാരെ സൂചിപ്പിക്കുന്നു 12 പ്രാവശ്യം മുത്തുന്നത്. പിന്നെ അത് ജനങ്ങളെ ആശീർവദിക്കുന്നതിൻ്റെ കൂടെ ഒരു സൂചനയാണ്. അത് ജനങ്ങളെ 4 വശത്ത് നിന്ന് ആശീർവദിക്കുന്നതിൻ്റെ അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് പണ്ട് അവിടെ ബേമ നടുക്കായിരുന്നു ദേവാലയത്തിൻ്റെ. അപ്പം അന്നേരം ബേമയിൽ മുത്തിയിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ ബേമയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിരിപ്പിട്ട് വിരിപ്പയിൽ ഇങ്ങനെ 4 സൈഡിലും മുത്തുന്നത്. ബേമ നടുക്കായിരുന്നു കിടന്നത്. അന്നേരം ബേമയുടെ 4 വശത്തും മുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഏതാ? സിനഗോഗ് ഫേമസ്.
നമ്മുടെ പള്ളികളിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് അതിപ്പോൾ അടുത്ത നാളിൽ പണിത ഒരു പള്ളിയാണല്ലോ, ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളത്. കടുവാക്കുളത്തൊക്കെ അത് നടുക്കായിട്ടേക്കണത്, കടുവാക്കുളത്ത്. അങ്ങനെയായിരുന്നു പണ്ട് പൗരസ്ത്യ പാരമ്പര്യം. അതായത് ഈ കൽദായ സഭ, മെസപ്പൊട്ടോമിയ, ഇറാഖിലൊക്കെ ദേവാലയങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ്. ഏതാ അന്ന് നടുക്കായിരുന്നു ഇട്ടിരുന്നത്. എവിടെയാ? അതെ. അന്നേരം പ്രായോഗികമായൊരു ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ അതിന് മുന്നിലേക്ക് ആളുകൾ കയറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊരു ഐഡിയലായിട്ട് അവർ പണിതിട്ടേക്കുന്നതാണ്. എല്ലാ പള്ളികളുടെ അത്ര. പക്ഷേ ഒരല്പം വ്യത്യാസം ഉണ്ടാകണം. മധുബഹായും ബേമയും തമ്മിൽ 2 പീഠങ്ങളായിരിക്കണം. അത് ലത്തീൻ ലിറ്റർജിയിലും എല്ലാം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ എറണാകുളം ചില രൂപതകളിൽ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ ഇടത്ത് തന്നെ എല്ലാം ചെയ്യുന്നു. അത് ശരിയല്ല. കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ ഇട്ടേക്കണില്ലേ, അതാണ് കൂടുതൽ അർത്ഥം നൽകുന്നത്. ലത്തീൻ ലിറ്റർജിയിലാണെങ്കിൽ ഒരൊറ്റ പീഠത്തിൽ നിന്നാണ്. പക്ഷേ ലത്തീൻ ലിറ്റർജിയിൽ പക്ഷേ റീഡിങ്ങിന് അവർക്ക് വേറെ ഒരു ആംബോയുണ്ട്. ഉണ്ട്. അത് വേറെ സ്ഥലത്ത് വേണമെന്ന് അവർ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. എല്ലാം വേറെ സ്ഥലത്ത് നിന്നല്ലേ. അതായത് ആദ്യം തുടങ്ങുന്നത് വേറെ സ്ഥലത്ത് നിന്നാണ് ആര് തുടങ്ങുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യാസമുണ്ട്. അതെ, ആൾത്താരയുടെ അടുത്തേക്ക് പോകുന്നത്. അതെ, അതങ്ങനെയായിരിക്കും. അതാ കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത്. അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓനിസാ റാസ് കർത്താവിന് ദൃഢമായി ശരണപ്പെട്ടു. അത് 2 ഭാഗങ്ങളുണ്ട് അതിന്. ഒന്നാമതായിട്ട് മാറ്റമുള്ള ഭാഗവും മാറ്റമില്ലാത്ത ഭാഗവും. മാറ്റമുള്ള ഭാഗമാണ് കർത്താവിന് ദൃഢമായി ശരണപ്പെട്ടു എന്നുള്ളത്. കാരണം അത് ഓരോ കാലം അനുസരിച്ച് മാറി വരുന്നതായിട്ടും ഓരോ കാലത്തിൽ കൊടുത്തിട്ടുണ്ട്. മംഗളവാർത്ത കാലത്തിൽ ഒരു ഓനിസാ റാസ്, പിറവിക്കാലത്ത് വേറെ, അങ്ങനെ ഓരോന്നും മാറ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനിസാ റാസ് മാറ്റമുള്ളത്. അത് മാറ്റമില്ലാത്ത എന്ന് ചോദിച്ചാൽ താതിനും അതുപോലെ എന്നുള്ളതാണ് അതിനകത്ത് മാറ്റമില്ലാത്ത ഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെയുള്ളതാണ് ഈ പറഞ്ഞ കാഴ്ച സമർപ്പണം. ഞാൻ മുമ്പ് കൈകഴുകലൊക്കെ ഉണ്ട്. അതായത് കൈകഴുകലുണ്ട്. കാർമ്മികനും ജനങ്ങളും എല്ലാം സ്വന്തം കരങ്ങൾ കഴുകി ഹൃദയ ശുദ്ധീകരണമാണ് അതിൻ്റെ സൂചന. പാപങ്ങളിൽ നിന്നെല്ലാം വിമോചനം എന്നുള്ളതാണ് കൈ കഴുകുന്നതിൻ്റെ സൂചനയായിട്ട് നിലകൊള്ളുന്നത്. കൈ കഴുകൽ എന്നുള്ളതിന് ഇപ്പം അതായത് സുറിയാനിയിൽ എന്നാ പറഞ്ഞോ? സുറിയാനിയിൽ നമ്മളിപ്പോൾ ഏതാണ് കർത്താവ് ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും, കരങ്ങൾ കഴുകി, അതിൻ്റെ കൃത്യം പദം പറഞ്ഞാൽ ആശീകം എന്നാണ്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. ആശീകം എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ് അർത്ഥം. കൈ കഴുകുന്നതിനാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെ ഒരു പദം അത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ആശീകം എന്നാണ്. ആശീകൂസ എന്ന് പറഞ്ഞാൽ കൈ കഴുകുക. ആശീകൂസ കൈ കഴുകൽ. കൈ കഴുകൽ എന്നുള്ളതിനകത്താ വരുള്ളൂ. വാഷിങ്. കൈ കഴുകൽ. പിന്നെ യഹൂദ മതത്തിലും എല്ലാ മതങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കൈ കഴുകൽ. ഒരു പ്രധാന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നു. ഇസ്ലാമികളാണെങ്കിൽ കാലും കഴുകില്ലേ, എല്ലാം കഴുകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു യഹൂദ മതത്തിൽ നമ്മുടെ സഭയിൽ നമ്മുടെ ആരാധനക്രമത്തിലേക്ക് വന്നിരിക്കുന്ന ഒന്നാണ് കൈ കഴുകൽ എന്നുള്ളത്. നമ്മൾ മനസാക്ഷി ശുദ്ധീകരണത്തിൻ്റെ അടയാളമായിട്ടാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും വിമോചനം എന്നുള്ള അർത്ഥത്തിലാണ്. ഏതാ? അതെ, അത് വേറെ ഒരു കോണ്ടസ്റ്റിൽ.
അത് വേറെ ഒരു കോണ്ടസ്റ്റിലാണ്. അതും അതെ, ഈ രക്തത്തിൽ പങ്കില്ല, ഞാൻ നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ. ഇനി അടുത്തത് ദിവ്യരഹസ്യഗീതം നമ്മളിപ്പോൾ പറഞ്ഞു. അതിനുശേഷം ബലിവസ്തുക്കളുടെ സംഭവിക്കൽ, അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. 2 ബേസ്കസുകളിൽ നിന്ന് ആഘോഷപൂർവമായിട്ട് കൊണ്ടുവരുന്നു, ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈശോയുടെ പീഡാനുഭവ യാത്രയാണ് അത് സൂചിപ്പിക്കുക. പിന്നെ ബലിവസ്തുക്കളുടെ പ്രതിഷ്ഠ, ബലിവസ്തുക്കളുടെ സെറ്റിംഗ് ഓഫ് ദ ഗിഫ്റ്റ്സ് ഓർ ദ ഓഫർട്രി എന്നുള്ളതാണ് ബലിവസ്തുക്കളുടെ പ്രതിഷ്ഠ. നിർദ്ദിഷ്ട പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും ഒരുക്കി ബലിപീഠത്തിലേക്ക് സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് കാർമീകനത് പ്രതിഷ്ഠിക്കുന്നു. ബലിവസ്തുക്കൾ ഏതാ? കുരിശാകൃതി പിടിക്കുന്നത് ഈശോയുടെ മരണമാണ്, കുരിശിലെ മരിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അവിടെയാണ് ഇപ്പോൾ ചോദിച്ചതിനെ 3 പ്രാവശ്യം മുട്ടുന്നതിനെക്കുറിച്ചോ അല്ലേ? ആരാ ചോദിച്ചത്? 3 പ്രാവശ്യം മുട്ടുന്നതിനെക്കുറിച്ച് പറയുന്നത് പ്രത്യേകം വ്യാഖ്യാതാക്കളൊന്നും അതിനെക്കുറിച്ച് പ്രത്യേകം ആസവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 3 പ്രാവശ്യം മുട്ടുന്നതുമായിട്ട് ബന്ധിപ്പിച്ച് ഈശോ 3-ാം മണിക്കൂറിൽ കുരിശിൽ കിടന്നതിനെയാണ് അനുസ്മരിക്കുന്നു, കുരിശിൽ എന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. പിന്നെ സുറിയാനി തക്സ കൊടുത്തിട്ടുണ്ട്, അത് 3 പ്രാവശ്യം ആവർത്തിക്കാൻ വേണ്ടിയാണ്, അങ്ങയുടെ കൽപ്പനയനുസരിച്ചെന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം, ഓരോ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും മുട്ടുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളാണ് അതിനകത്തുള്ളത്. അത് നമ്മുടെ തക്സയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കാവുന്നതാണ്, മുട്ടൽ കർമ്മം ഒഴിവാക്കാവുന്നതാണെങ്കിൽ തക്സയിൽ കൊടുത്തിട്ടുള്ള കാര്യവുമാണ്. ഓക്കെ. പ്രതിഷ്ഠയെ സംബന്ധിച്ച് പറയാം. പിന്നെ മിശിഹായുടെ കുരിശ് മരണം 3-ാം മണിക്കൂർ, ഇതെല്ലാമാണ് അതിനകത്തുള്ള സൂചനകളായിട്ടുള്ളത്. അതും വരുന്നുണ്ട്, അത് പറയാം. അതായത് ആദ്യം കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത് മിശിഹാ കുരിശിൽ കിടന്ന് അർപ്പിച്ച ബലിയെയാണത് സൂചിപ്പിക്കുന്നത്. തുടർന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള പ്രാർത്ഥന കാർമ്മികം ചൊല്ലുന്നു. കാൽവരിയിലെ രക്ഷാകര ബലിയാണ് ഈ സമയാപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അർപ്പിക്കപ്പെടുന്നത്. പിന്നെ അങ്ങയുടെ കൽപ്പനയനുസരിച്ച്, ഈശോയുടെ കൽപ്പനയനുസരിച്ചാണല്ലോ നാം ബലി അർപ്പിക്കുന്നത് എന്നുള്ള സൂചന. പിന്നെ ബലിപീഠത്തിന്മേൽ വലതുവശത്ത് കാസ, ഇടതുവശത്ത് പീലാസിയും പ്രതിഷ്ഠിക്കുന്നു. ശോശപ്പ് കൊണ്ട് മൂടുന്നു. ശരീരം മുഴുവൻ്റെയും ഭോഷണത്തിനായ എല്ലാ ഭക്ഷണത്തെയും രക്തമാക്കി രൂപാന്തരപ്പെടുന്ന ശരീരത്തിൻ്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ കരളിനോടാണ് സഭാപിതാക്കൻ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വെച്ചിരിക്കുന്ന കാസയെ സാദൃശ്യപ്പെടുത്തുന്നത്. ബലിപീഠത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന കാസ കരളിനോട്, ശരീരത്തിലെ കരളിനോടാണ് കാരണം എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത് കരളാണെന്നുള്ള രീതിയിൽ അതിനെ രക്തമാക്കി രൂപാന്തരം. പീലാസ ഇടതുവശത്ത് വയ്ക്കുന്നത് ഭക്ഷണവും പാനീയവും കരൾ വഴി രക്തമായി മാറുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വഴി ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. പിന്നെ ബലിവസ്തുക്കളുടെ സ്ഥാപനം, ശോശപ്പ കൊണ്ടുള്ള മൂടൽ, അതാണ്. അത് മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളമായിട്ടാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. പ്രകാരം മൂടുന്നത് ഈശോയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു, ഈശോയുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ശോശപ്പ കൊണ്ട് മൂടുന്നത്. ശോശപ്പ കൊണ്ട് മൂടുന്നു. ശോശപ്പ എന്ന് പറഞ്ഞാൽ എന്നാ അറിയാവോ? ആ തുണി, ഒരു സമചതുരാകൃതിയിലുള്ള ഒരു തിരിപ്പാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സമയത്ത് മിശിഹായുടെ മൃതസംസ്കാരമാണ്, ആ രഹസ്യമാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇതിലൂടെയെല്ലാം.
ബലിപീഠം മിശിഹായെ സംസ്കരിച്ച കല്ലറയുടെ അടയാളമാണ്. അപ്പവും വീഞ്ഞും മുകളിലുള്ള ശോശപ്പ കല്ലറയുടെയും കല്ലറയുടെ പ്രവേശന കവാടത്തിലുള്ള കല്ലിൻ്റെയും അടയാളമൊക്കെ ആയിട്ടാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ബലിപീഠം മിശിഹായുടെ കബറിടമാണ് ഈ സമയത്ത്. മിശിഹായുടെ കബറിടം പോലെയാണ് നിലകൊള്ളുന്നത്. അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായും ബലിപീഠത്തിൽ നിൽക്കുന്ന ശുശ്രൂഷകർ ഈശോയുടെ പീഡാനുഭവങ്ങളിൽ അവിടുത്തെ ശുശ്രൂഷിച്ച മാലാഖമാരുടെയും അടയാളമായിട്ട് നിലകൊള്ളുന്നു. പിന്നെ ദിവ്യരഹസ്യഗീതം 2-ാം ഭാഗം താതിനും അതുപോലെ. അതിനകത്ത് തോമാസ് ലീഹായെ ഓർക്കുന്നു, യോസേപ്പ് പിതാവിനെ ഓർക്കുന്നു, മാതാവിനെ അനുസ്മരിക്കുന്നു. ദിവ്യരഹസ്യഗീതം 2-ാം ഭാഗത്ത്. ഒന്നുകൂടെ പറഞ്ഞത് ഏതാ? അതൊന്നുകൂടെ ഞാൻ വായിക്കാം. അതായത് ശരീരം മുഴുവനെ എല്ലാ ഭക്ഷണത്തെയും രക്തമാക്കി രൂപാന്തരപ്പെടുത്തുന്നതും ശരീരത്തിൻ്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ കരളിനോടാണ് ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വെച്ചിരിക്കുന്ന കാസയെ തിമോത്തി 2 എന്ന പാത്രിയർക്കീസ് ബന്ധപ്പെടുത്തുന്നത്. അതേസമയം പീലാസ ഇടതുവശത്ത് വയ്ക്കുന്നു. കാരണം ഭക്ഷണവും പാനീയവും കരൾ വഴി രക്തമായി മാറുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വഴി ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നെന്ന് കാണിക്കാനാണ് പ്രകാരം പീലാസ ഇടതുവശത്ത് വയ്ക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. പീലാസ ഇടതുവശത്ത് വയ്ക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വഴി ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നു. ഏതാ? അതെ, ആ സമയത്ത് ആ രീതിയിലാണ് മനസ്സിലാക്കാവുന്നത്. ഇപ്പം മാനുഷികമായിട്ടുള്ള ഭാഷയിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. ഇത് ഈശോയുടെ എന്നതിലുപരിയായിട്ട് കരളിൻ്റെ എന്താണ് പ്രവർത്തനം അത് വ്യക്തമാക്കുന്നു. കരൾ ചെയ്യുന്നത് പോലെയാണ് ഇത് വെക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. ഈശോയുടെ ആണെന്ന് കൃത്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഒരു കരൾ എന്ത് ചെയ്യുന്നു അത് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈശോയുടെ എന്ന് കൃത്യം തിമോത്തി 2 പറഞ്ഞിട്ടില്ല. കരൾ ശുദ്ധീകരിക്കുന്നതും എന്നതുപോലെ രക്തമാക്കി മാറ്റി അത്രേ ഉള്ളൂ. കരൾ ഇപ്പം ഒന്ന് രക്തം ശുദ്ധീകരിക്കുന്നു, പിന്നെ അപ്പവും വീഞ്ഞും രക്തമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടുമാണ് ഈ കാസയും പീലാസയും ചെയ്യുന്നത്. അതിനാണ് ഇപ്രകാരം ഇടത്തും വലത്തും വെക്കുന്നത് എന്നാണ് തിമോത്തി 2 പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് ദിവ്യരഹസ്യഗീതം 2-ാം ഭാഗം താതിനും അതുപോലെ എന്നുള്ളത്. താതിനും അതുപോലെ എന്നുള്ളത് അതിനകത്ത് ഇങ്ങനെ മാതാവിനെയും യോസേപ്പിത ഏതാ ഏതിനകത്താ? ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ആചരിക്കാൻ അല്ലേ? ഉണ്ട്. രക്ഷാകര പദ്ധതി മുഴുവനുമാണ് അനുസ്മരിക്കുന്നതെന്ന് പറയുന്നത്. ഉത്ഥാനത്തിൻ്റെ പ്രതീകം അത് പിന്നീട് വരുന്നുള്ളൂ. ശോശപ്പ മാറ്റുന്നതെല്ലാം അവിടെയാണ് ഉത്ഥാനം കൂടുതൽ വ്യക്തമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഇതിപ്പോൾ ശോശപ്പ കൊണ്ട് മൂടുന്നത് പ്രധാനമായിട്ടും മരണം, സംസ്കാരം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉത്ഥാനത്തിൻ്റെ പ്രതീകം വീണ്ടും വരുന്നുള്ളൂ. അത് ഒനിസാർ ആസെ കഴിയുമ്പോഴാണ്, ഒനിസാർ 2-ാം ഭാഗം കഴിയുമ്പോൾ. ഏതാ? ഈ മൂടുന്നതാണ്. കുർബാനയെ പൊതുവെ റാസ എന്നാണ് വിളിക്കുന്നത്. റാസ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ രഹസ്യം എന്നുള്ളതാണ്. രക്ഷാകര രഹസ്യം. പിന്നെ ഉത്ഥാനം വരുന്നുണ്ട്.
ഇതുപോലെ ഈ സിംബോളിക്കായിട്ടില്ല. പ്രാർത്ഥനകളിൽ ചില ഇതുണ്ടെങ്കിലും എങ്കിലും കുർബാനയുടെ പ്രാർത്ഥന പൊതുവായിട്ട് കാണുന്ന ഈശോയുടെ രക്ഷാരഹസ്യം പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് അനുസ്മരിക്കുക എന്നുള്ളതാണ് കുർബാനയിൽ പൊതുവായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ദിവ്യരഹസ്യഗീതം രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ബലിയർപ്പണത്തിന് യോഗ്യതയായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കഴി ശുദ്ധമാക്കട്ടെ ഹൃദയത്തോടും വെടിപ്പാക്കട്ടെ മനസ്സാക്ഷിയോടും കൂടി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദിവ്യരഹസ്യം നിലനിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള രീതിയിൽ ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു യോഗ്യതാ പ്രാർത്ഥന പോലെയാണ് ഈ പ്രാർത്ഥന, ബലിയർപ്പണ യോഗ്യതാ പ്രാർത്ഥന നിലകൊള്ളുന്നത്. പിന്നെ ഉള്ളതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം എപ്പോഴാണ് നിങ്ങൾക്ക് ബ്രേക്ക്? അപ്പം സമയമുണ്ട് അല്ലേ? അടുത്തില്ലാരും. അപ്പോൾ അപ്പോഴേക്ക് നമുക്കിത് കഴിയാം. ഉച്ച കഴിഞ്ഞ് നമുക്ക് അനാഫ്രയിലേക്ക് പ്രവേശിക്കാം. അത് കഴിഞ്ഞ് പിന്നെയുണ്ട് 2-3 ഭാഗങ്ങളും കൂടെ അല്ലേ? വിശ്വാസ പ്രമാണം നമ്മൾ നിക്യ കോൺസ്റ്റന്റൈൻ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുർബാനയിൽ. 325 നിക്യ സുനദോസ് നടന്നത്. അപ്പോൾ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഇത് വിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് മാമോദീസായുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നിലനിന്നിരുന്നത്. അപ്പോൾ മാമോദീസ സ്വീകരിക്കുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പിന്നീടാണ് ഈ മാമോദീസായിൽ ചൊല്ലിയിരുന്ന വിശ്വാസ പ്രമാണം പിന്നെ കുർബാനയിലേക്കും പിൽക്കാലത്താണ് കുർബാനയുടെ ഘടനയിലേക്ക് ഈ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തത്. അതായത് 5-ാം നൂറ്റാണ്ടിലാണ് വിശ്വാസ പ്രമാണം കുർബാനയുടെ ഘടനയിലേക്ക് ചേർത്തത്. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കാണ്. 5-ാം നൂറ്റാണ്ടിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നില്ല കുർബാനയുടെ ഇടയിൽ. 5-ാം നൂറ്റാണ്ടിൽ അപ്പോൾ നർസായി എന്ന് പറഞ്ഞ ഒരു ആരാധനക്രമ വ്യാഖ്യാതാവ് പറയുന്നത് ഇതെല്ലാവരും സംശയ ലേശമെന്ന് എല്ലാവരും ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടു കൂടി ഉച്ചസ്വരത്തിൽ ചൊല്ലിയിരുന്നു എന്നാണ് 5-ാം നൂറ്റാണ്ടിലെ ആരാധനക്രമ വ്യാഖ്യാതാവ് പറയുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിയതിനെക്കുറിച്ച് രക്ഷാരഹസ്യങ്ങളുടെ രത്നചുരുക്കമാണ് വിശ്വാസ പ്രമാണം. കുർബാന സമയത്ത് അത് എല്ലാവരും കാർമ്മികനോടൊപ്പം ഏറ്റു ചൊല്ലണം. പിന്നെ കുർബാനയിലും കുദാശയിലും പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലുക എന്ന പൗരസ്ത്യ സഭകളുടെ പൊതു പാരമ്പര്യമാണ്. എല്ലാവരും ഉറക്കെ വിശ്വാസം പരസ്യമായി ഏറ്റു പറഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ചെല്ലുന്നത്. എല്ലാവരും ചെല്ലുന്നുണ്ട്. ഉണ്ട്. അവരുടേതിനകത്ത് അവർ ഏതാ അത് പറയില്ല. അത് പറയില്ല. ഇല്ലില്ല, അത് പറയും. ഏതാ മാതാവിൻ്റെ ഭക്തിയുണ്ട്. പിന്നെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നില്ല, പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ലത്തീൻ സഭയിലെ പിൽക്കാലത്ത് 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഫീലിയോക്കെ എന്ന് പറയുന്ന ഒരു രീതിയിൽ അവരുടെ പ്രാർത്ഥനകളെല്ലാം മാറി. അതിനുശേഷം നമ്മുടെ ഈ കുർബാനയിലാണേലും 16-ാം നൂറ്റാണ്ടോടുകൂടി ഈ ഉദയംപേരൂർ സുനദോസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഫീലിയോക്കെ നമ്മുടെ കുർബാനയിൽ വന്നത്. അതിനു മുമ്പില്ലായിരുന്നു.
പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരുന്നു നമ്മുടെ. അതെല്ലാം ഉണ്ട്, പിന്നില്ലേ. ഒരു കത്തോലിക്കാ സഭയിൽ നിന്നുള്ളതില്ല, ഇല്ല. വിശ്വാസപ്രമാണം ചിലർ നിക്ക വിശ്വാസപ്രമാണം ഉപയോഗിക്കുന്നു, ചിലർ നിക്ക കോൺസ്റ്റന്റൈൻ വിശ്വാസപ്രമാണം ഉപയോഗിക്കും. ലത്തീൻകാരാണെങ്കിൽ നിക്ക വിശ്വാസപ്രമാണം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ട്. പ്രകാശത്തിനുള്ള പ്രകാശവും അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസപ്രമാണമാണ്. ശ്ലീഹന്മാരുടെ നമ്മൾ ചെല്ലുന്നത്. അതും വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഈശോയുടെ മനുഷ്യാവതാരം, മരണോത്ഥാനം, പിന്നെ സഭയെക്കുറിച്ചുള്ളത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ ആഗമനം, അന്ത്യവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഭയുടെ പൊതുവായിട്ട് വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും, സഭ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ വിശ്വാസപ്രമാണത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. പിന്നെ ശംശാനയുടെ പ്രഘോഷണം, വിശ്വാസപ്രമാണം കഴിയുമ്പോഴല്ലേ ഒരു ശംശാനയുടെ പ്രഘോഷണം ഉള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കുക. പാത്രികീസ്മാരും ഇപ്പോൾ പുതിയ കുർബാനയിലാണ് ഈ പാത്രികീസ്മാർ മാത്രമുള്ളായിരുന്നു പണ്ട്. ഇപ്പം മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ പുതിയ ടെസ്റ്റിൽ. അപ്പോൾ സഭയിലെ വിവിധ ശ്രേണികളിലുള്ളവരെ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നിലകൊള്ളുന്നത്. ഭരണകർത്താക്കൾ എല്ലാവരെയും അനുസ്മരിക്കുന്ന ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിലെത്തിയവനും കാരണമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ബലിപീഠ പ്രവേശന പ്രാർത്ഥന. അല്ല, അതൊരു കമ്മ്യൂണിറ്റേറിയൻ നേച്ചർ കാണിക്കാനാണ് ഞങ്ങൾ കൊടുത്തേക്കണത്. ഒരു നമ്മൾ അതെ സഭയോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതേസമയം നമ്മൾ ഈ മാമോദിസായിലൊക്കെ നീ വിശ്വസിക്കുന്നുവോ, മാമോദിസായിലൊക്കെ ചോദിക്കുന്നു നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. സഭയിലേക്ക് അംഗമാകാൻ വേണ്ടിയത്. അതെ. ഉണ്ട്. അപ്പോൾ അതായത് ഇനിയിപ്പം നെസ്റ്റോറീസിൻ്റെ തേതൂറിൻ്റെ ആണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ എങ്ങോട്ട് പോകണം? കുർബാന പുസ്തകത്തിൽ ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. തേതൂറിൻ്റെയും നെസ്റ്റോറീസിൻ്റെയും കൂദാശ പേജ് എത്രയാണ് പേജ് പറഞ്ഞേക്കണേ? പേജ് പറഞ്ഞിട്ടുണ്ടോ? പേജ് 78 എടുക്കുക. അന്നേരം ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോകും. മനസ്സിലായോ? അതായത് നമുക്ക് 3 കൂദാശക്രമങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ ആദ്യം പോലെ പല സന്ദർഭങ്ങളിൽ ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ മാർ അദ്ദായി മാറി, അത് ഉയിർപ്പ് കാലം മുതൽ പള്ളിക്കുദാശക്കാലം വരെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർ അദ്ദായി മാറി, മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കൂദാശക്രമം ചെല്ലേണ്ടത് ഉയിർപ്പ് കാലം മുതൽ
പള്ളിക്കൂദാശക്കാലം വരെയാണ്. അതേസമയം മറ്റൊന്നുള്ളതാണ്, മാർ തേദോറിൻ്റെ എല്ലാം പറഞ്ഞേക്കണപ്പോഴാണ് മംഗളവാർത്ത മുതൽ ഓശാന ഞായർ വരെ മാർ തേദോറിൻ്റെ കൂദാശക്രമം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നെസ്തോറീസിൻ്റെ ആകട്ടെ ആണ്ടുവട്ടത്തിലെ ആരാധനാക്രമോത്സവത്തിലെ 5 ദിവസങ്ങളിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 ദിവസമാണ് നെസ്തോറീസിൻ്റെ. കാരണം അത് വളരെ ദൈർഘ്യമുള്ളതാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ദനഹ, 2 സ്നാപയോഹന്നാൻ്റെ തിരുനാൾ, യോഹന്നാൻ മാംദാനിയുടെ തിരുനാൾ, അത് ദനഹ 1-ാം വെള്ളി. 3 ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ ദിവസം, അതായത് ദനഹ 5-ാം വെള്ളി. ഇനി അടുത്തത് 4 3 നോമ്പ് ബുധനാഴ്ച, 3 നോമ്പ്. പിന്നെ 5 പെസഹ വ്യാഴം. ഉണ്ടോ? എന്നാൽ ഒന്ന് വായിച്ചാൽ മതി. അതായത് ഈ വ്യക്തി ഒന്ന് തന്നെയാണ്. അതായത് നെസ്തോറിയസിനെ പാശ്ചാത്യ സഭ ഒരു പാഷണ്ഡത പ്രചരിപ്പിച്ച വ്യക്തിയായിട്ട് മുദ്രകുത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ പിൽക്കാലങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ തെറ്റായ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുക. പിന്നെ ചില പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ വന്ന തെറ്റിദ്ധാരണകൾ, ഉദാഹരണത്തിന് ഗ്രീക്കിൽ ചില വാക്കുകൾ പറയുമ്പോൾ അത് സുറിയാനിയിൽ വേറെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു, സുറിയാനി പറയുമ്പോൾ അത് ഗ്രീക്കിൽ മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളുടെ പുറത്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനാത്തമയും ശീഷ്മയും പാഷണ്ഡതയെല്ലാം പ്രഖ്യാപിച്ചതെന്നാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ തൃശ്ശൂർ ഭാഷയിൽ ചില വാക്കുകൾ ഇവിടെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളായിരിക്കും. അത് കോട്ടയം ഭാഗത്തേക്ക് വരുമ്പോൾ അത് വളരെ ഒഫൻസീവായിട്ടൊക്കെ തോന്നുന്നതായിരിക്കും. അതെല്ലാവർക്കും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ചില പ്രാർത്ഥനകൾ അങ്ങനെ കുർബാനയിൽ ചേർത്തപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ പ്രോസോപ്പോൻ, ഫീസിസ്, അതൊക്കെ ഗ്രീക്ക് വാക്കുകളാണ്. പക്ഷേ അതിന് തത്തുല്യമായിട്ട് സുറിയാനി പറയണത് ക്യാന, ക്നോമ, ഇതൊക്കെയാണ്. അപ്പോൾ ക്യാന, ക്നോമ ഇങ്ങനെ പദങ്ങൾ സുറിയാനി പറയുമ്പോൾ അത് ഗ്രീക്കിൽ മനസ്സിലാക്കണ ആൾ പറയും അത് തെറ്റാണ്. അത് സുറിയാനിയിൽ പറയുമ്പോൾ ഈ ഗ്രീക്ക് വാക്കുകൾ തെറ്റാണ്, സുറിയാനിക്കാരുമൊക്കെ പറയുണ്ടായി. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അവർ പാഷണ്ഡതയാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആധുനിക പഠനങ്ങൾ പറയുന്നത് നെസ്തോറിയസ് ഒരു പാഷണ്ഡത പഠിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. ഓരോ ഭാഷകളുടെ തെറ്റിദ്ധാരണയുടെ പുറത്താണത്. നമ്മളിപ്പോൾ ഈ കുർബാന ചെല്ലുന്നു, അതിനകത്ത് തെറ്റായിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനോ പ്രബോധനങ്ങൾക്കോ ഒന്നും എതിരായിട്ടുള്ള ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അതൊരു തേതൂറിലാണേലും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാഷണ്ഡത എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുകയുണ്ടായി. എങ്കിലും അതിനകത്ത് തെറ്റുകളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ സഭ പഠിപ്പിക്കുന്നത്. അതെ. ഇനി അടുത്ത് ബലിപീഠ പ്രവേശന പ്രാർത്ഥന. അതായത് കാർമ്മികൻ 3 പ്രാവശ്യം ബലിപീഠത്തിങ്കൽ കുമ്പിട്ടുകൊണ്ടാണ് 3 പ്രാവശ്യം, അതായത് യാക്കോബ് ഏസാവിനെ കാണുമ്പോൾ 3 പ്രാവശ്യം കുമ്പിടുകയുണ്ടായി.
എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് പ്രവേശിക്കുന്നത് 3 പ്രാവശ്യം കുമ്പിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ് ബലിയർപ്പിക്കാനായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നിലകൊള്ളുക. പിന്നെ അങ്ങനെ ബലിപീഠത്തെ സമീപിക്കുന്നു. പിന്നെ ആരാധന സമൂഹം നിൽക്കുന്ന ബലിപീഠത്തെ പ്രവേശിച്ച് പിന്നെ ഇപ്പം ഇത് ബേമയിലായിരുന്നെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ മധുബായി പ്രവേശിച്ച് ബലിപീഠത്തിങ്കിലേക്ക് കയറി നിന്നാണ്. അങ്ങനെയാണ് നമ്മുടെ സഭ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ചിലരതിന് വിസമ്മതം പ്രകടിപ്പിക്കുന്നതാണ് സഭയിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടും നിലകൊള്ളുന്നത്. പിന്നെ കർത്താവെ ആശീർവദിക്കുന്ന സഹായാഭ്യർത്ഥന, അതായത് കാർമ്മികനും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സഹായാഭ്യർത്ഥനയുടെ സൂചനയായിട്ട് നിലകൊള്ളുന്നത്. 3 സഹായാഭ്യർത്ഥനകളാണ് നമുക്കുള്ളത്. ഒന്നിത്, പിന്നെ 3-ാം ഗേഹന്തയുടെ മുമ്പായിട്ട്, പിന്നെ അവസാനം 4-ാം ഗേഹന്തയുടെ മുമ്പായിട്ട്. ഇങ്ങനെ 3 സഹായാഭ്യർത്ഥനകളാണ് നമ്മുടെ കുർബാനയിൽ ഉള്ളത്. ഇങ്ങനെ സഹായാഭ്യർത്ഥന, പിന്നെ ഒരു കൂശാപ്പ ചൊല്ലിയാണ് കാർമ്മികൻ അനാഫറയ്ക്കായിട്ട് ബലിപീഠത്തിങ്കൽ പ്രവേശിക്കുന്നത്. നമ്മുടെ സമയം ഏകദേശം 1 മണിയായി ആവുന്നു. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് അടുത്ത സെഷൻ ആരംഭിക്കാമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇത് അല്പം കണ്ടിന്യൂസ് ആയിട്ട് പോയി അല്ലേ. 11:30 തുടങ്ങിയല്ലോ. 11:30, 12:30, 1 മണി. പിന്നെ നിങ്ങളെല്ലാം നല്ല തീക്ഷ്ണതയുള്ളതുകൊണ്ട് ആർക്കും ഒരു ക്ഷീണമൊന്നും മുഖത്ത് കാണുന്നില്ല എന്ന് മാത്രം. കുർബാന ഇല്ലിസിറ്റാണ്, ഇൻവാലിഡാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സഭ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് ചെല്ലുമ്പോൾ അതാണ് ഇല്ലിസിറ്റ് എന്ന് പറയുന്നത്. അതായത് നിയമാനുസൃതമായിട്ടല്ല ചെല്ലുന്നത് എന്ന് ചുരുക്കം. കാരണം സഭ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയാണ്. മെത്രാൻ സിനഡ് തീരുമാനമെടുത്തു, റോം അംഗീകരിച്ചു, മാർപ്പാപ്പ അതിന് മുദ്ര വെച്ചു. അതിനുശേഷം അത് സഭയിൽ മുഴുവൻ പാലിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്. പക്ഷെ അതിന് തടസ്സമായിട്ട് അത് അനുസരിക്കാതെ നിൽക്കുമ്പോൾ അത് ആ ഒരു വിധേയത്വവും അനുസരണവും നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇല്ലിസിറ്റ് എന്ന് പറയുന്നത്. അത് ഇൻവാലിഡാണെന്ന് പറയുന്നില്ല. അങ്ങനെ 2 ടേമുകൾ, 2 പദങ്ങളാണ് ഇതിനെല്ലാം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വാലിഡാണ്, പക്ഷേ ഇൻവാലിഡ് അല്ല, പക്ഷേ നിയമാനുസൃതമല്ല. നിയമം അനുശാസിക്കുന്നത് എന്താണ്, അതനുസരിച്ചാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഫലങ്ങൾക്ക് കുറവൊന്നും വരില്ല. പക്ഷേ ഏതാ, അതെ ജനങ്ങളല്ലല്ലോ അത്. പക്ഷെ അത് നിയമാനുസൃതമല്ലാത്ത നിയമാനുസൃതത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. റൂബ്രിക്സിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയില്ല ഓരോ കാര്യങ്ങൾ. ഇനി വേറെ ഏതെങ്കിലും അനാഫറ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ കഴിയുമ്പോൾ ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ 8 വർഷം സെക്രട്ടറിയാണ് അവിടെ കാക്കനാടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനിത് അന്നേരം ഇത് ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഈ കുർബാന തക്സിയും യാമപ്രാർത്ഥനയും ചെയ്യുമ്പോൾ എൻ്റെ സെക്രട്ടറി ആയിട്ട് നിലവുണ്ട്. അതുകൊണ്ട് എനിക്കത് ലിറ്ററേച്ചർ കമ്മീഷൻ്റെ ഇത് കാലാനുസൃതമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയാറുള്ളതാണ്. ഒരുമിച്ച് പാടണം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ അതിപ്രസരങ്ങൾ കുറയ്ക്കണം, ഇതെല്ലാം എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഓരോ രീതിയിൽ അതിപ്പോഴും
അതെ. ആ ഒന്നിച്ച് ചൊല്ലണം, ഒന്നിച്ച് അതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. പുസ്തകം എടുക്കണം. അതെ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ചെയ്താൽ നല്ലത്. അത് വരുന്നുള്ളൂ. ആ, അത് അനാഫ്രയിലാണ് വരുന്നത്. ശ്വാസപ്രാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. നീ മുന്നോട്ടല്ലേ അത് കിടക്കണേ? ശ്വാസപ്രാണത്തിന് പുറകിലല്ലല്ലോ. ആ, അവിടെ കിടക്കണതാണോ? ഒനീസാർ ആസയിലുള്ളത് അല്ലേ? അതാണോ ചോദിച്ചത്? എന്നതായിരുന്നു? അനുസ്മരണ ഗീതത്തിലുള്ളത് അല്ലേ? അതിന് തത്തുല്യമായിട്ട് പിന്നെ ഈ ഇതിനകത്തുമുണ്ട് അതുപോലെ തന്നെ. അതായത് ഇതാണ് ബലവാനായ കർത്താവ് നമ്മോട് കൂടെ. ദൈവം, പഴയ നിയമത്തിലെ ദൈവത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ എല്ലാം വരുന്നത്. നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിൻ്റെ ദൈവം നമ്മോട് കൂടെ. അതല്ലേ? യാക്കോബിൻ്റെ ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെയാണ്. വ്യത്യാസമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ദൈവം, ആ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം. കാരണം യാക്കോബ് നമ്മുടെ പൂർവ്വപിതാവാണ്. ആ ദൈവം തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട്. അതായത് ഒരു വേർതിരിവില്ല എന്നുള്ളത് ദൈവിക കാഴ്ചപ്പാടുകളിലേ എന്നുള്ളതാണ്. ജനത്തിൻ്റെ സജീവമായ പങ്കാളിത്തത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഏതാണ് ജനങ്ങൾ എങ്ങനെയാണ് സജീവമായ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എല്ലാം ചൊല്ലുകയല്ല, നിർവഹിക്കുക എന്നുള്ളതിലല്ല. ഓരോ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഭക്തിപൂർവ്വം ചെയ്യുമ്പോഴാണ് നമ്മുടെ സജീവ പങ്കാളിത്തം ഉറപ്പാകുന്നത്. ഇപ്പോൾ എല്ലാവരും ലേഖനം വായിക്കാനോ എല്ലാവരും അപ്പവും വീഞ്ഞു ഒരുക്കാനോ അതൊന്നുമല്ല, മറിച്ച് നമുക്ക് ഉള്ള കടമകൾ, കുർബാനയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്നിടത്തോളം കുർബാന പുസ്തകം നോക്കി അതിലെ പ്രാർത്ഥനകൾ ചൊല്ലും. ആ മനസ്സിൽ ഉരുവിടുമ്പോഴും അല്ലെങ്കിൽ അതിൽ ഭക്തിപൂർവ്വം പങ്കുചേരുമ്പോഴും പിന്നെ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത് ഉച്ചസ്വരത്തിൽ ചെല്ലുമ്പോഴും എല്ലാം സജീവമായ പങ്കാളിത്തമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് സജീവമായ പങ്കാളിത്തം എന്നുള്ളത് വത്തിക്കാൻ കൗൺസിൽ രേഖകളിലും സഭയുടെ എല്ലാ പ്രബോധനങ്ങളിലും എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. പിന്നെ അതിലും പ്രധാനപ്പെട്ടതാണ് മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ്. മതബോധനത്തിലൂടെ ഇതിനെക്കുറിച്ച് അറിയുന്നതും സജീവമായ പങ്കാളിത്തത്തിന് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അറിയാത്തതിനെ അങ്ങനെ നമ്മൾ സ്നേഹിക്കും എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ അറിയും തോറും ഈ രഹസ്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും സജീവമായി പങ്കുചേരാനായിട്ട് സാധിക്കും. ആ ഓ
നമുക്കതാ നിർത്താം. നമുക്ക് കർത്താവിൻ്റെ മാലാഖ ചൊല്ലി അവസാനിപ്പിക്കാം. ചൊല്ലിക്കോ.